ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈയുടെ റെസിപ്പി ആയിട്ടാണ്. നല്ല നാടൻ തേങ്ങ ഒക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്ത ഒരു ചിക്കൻ്റെ റെസിപ്പിയാണിത്. നമുക്ക് ഗസ്റ്റിനൊക്കെ കൊടുക്കാൻ പറ്റുന്ന സ്പെഷ്യൽ ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. അപ്പോൾ നിങ്ങളൊരു പ്രാവശ്യം ഇതുപോലെ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. പിന്നെ നിങ്ങൾ ഇങ്ങനെ തന്നെ ഉണ്ടാക്കുള്ളൂ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ നമുക്കിനി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഞാൻ ചെറുതായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ വലിയ പീസായിട്ടാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിലൊക്കെ ഒന്ന് വരട്ട് കൊടുത്താൽ അതിൻ്റെ ഉള്ളിൽ മസാല കറി കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഞാനിവിടെ ചെറിയ പീസായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോഴാണ് കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവുക നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ. ഇനി നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 മീഡിയം സൈസുള്ള ഇഞ്ചി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 8 പീസ് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നാടൻ വെളുത്തുള്ളിയാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇത്ര അധികം ചേർത്തി കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. നിങ്ങൾ ഫ്ലേവറിനനുസരിച്ചിട്ട് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. ഇനി നമുക്കിതൊരു ഗ്രൈൻഡറിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഒന്ന് പെട്ടെന്ന് അരഞ്ഞ് കിട്ടാൻ വേണ്ടി എളുപ്പത്തിന് വേണ്ടിയിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂണ് പെരിഞ്ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/4 ടീസ്പൂണ് ഉലുവ കൂടി പോകരുത്. ഒരു 1/4 ടീസ്പൂൺ തന്നെ മതിയാവും. ചെറിയൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നല്ലൊരു മണം ഉണ്ടാവും നമ്മൾ ഈ ഒരു ചിക്കൻ ഫ്രൈക്ക്. അപ്പോൾ അത് കൂടി പോകരുത്. ഒരു 1/4 ടീസ്പൂൺ മതിയാവും. പിന്നെ ഇതിലേക്ക് ഞാൻ 3 ടീസ്പൂണ് സൊറുക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, വിനെഗർ. പിന്നെ 3 ടേബിൾ സ്പൂണ് സാധാ മുളക് പൊടിയാണ് ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ കയ്യിൽ കാശ്മീരി ചില്ലി പൗഡർ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ കുറച്ചും കൂടെ ഒന്ന് റെഡ് കളറായിട്ട് കിട്ടും. അതുപോലെ തന്നെ കാശ്മീരി ചില്ലി ഒന്ന് തിളപ്പിച്ചിട്ട് അരച്ചെടുക്കാൻ പറ്റുന്നതാണെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ കാശ്മീരി ചില്ലി ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ സാധാ മുളക് പൊടി 3 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ മുളക് പൊടിയുടെ അളവൊക്കെ നിങ്ങൾ എരിവിനനുസരിച്ചിട്ട് കൂടുകയും കുറയുകയൊക്കെ ചെയ്യാവുന്നതാണ്. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി എടുക്കാം. ഇത് നന്നായിട്ട് പേസ്റ്റായി കിട്ടിയിട്ടുണ്ട്. നല്ല പേസ്റ്റായിട്ട് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഇതിൽ നിന്ന് ഞാൻ 2 ടീസ്പൂണ് മാറ്റി വെക്കുകയാണ്. നമുക്ക് തേങ്ങയുടെ ഒരു മിക്സ് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 ടീസ്പൂണ് മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളൊരു മിക്സ് ഞാൻ ഈ ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂണ് ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം. ചിക്കൻ മസാല ഇല്ലാന്നുണ്ടെങ്കിൽ മീറ്റ് മസാല ആയാലും കുഴപ്പമില്ല. അതുപോലെ തന്നെ 1/2 ടീസ്പൂണ് ഗരം മസാലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് തൈര്, കട്ടിയുള്ള തൈരാണ് ഞാൻ ചേർത്തി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ തൈര് ചേർക്കുമ്പോൾ നമ്മൾ ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ തൈരിൻ്റെ അളവ് അധികം കൂടി പോകരുത്. പുളിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി ഇവിടെ വിനീഗർ ചേർത്തിയിട്ടുണ്ട്. അപ്പോൾ തൈര് വളരെ കുറച്ച് ചേർത്തിയാൽ മതി. ജസ്റ്റ് ഒന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ചിക്കനൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് പുളി ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ കൂടുതൽ വിനീഗർ, അതുപോലെ തന്നെ മുളക് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ മുളക് പൊടിയും ഉപ്പും ഒക്കെ നോക്കിയിട്ട് നിങ്ങളെ ടേസ്റ്റിനനുസരിച്ചിട്ട് കൂടുതൽ ചേർത്തി കൊടുക്കാവുന്നതാണ്. അപ്പോൾ ചിക്കൻ നന്നായിട്ട് മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. നമുക്ക് 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. പെട്ടെന്ന് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു 20 മിനിറ്റ് ഫ്രീസറിൽ വെച്ചെടുത്താൽ മതി. അപ്പോൾ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അത് ഒരു മെയിൻ ആയിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് തേങ്ങ ഈ ഒരു റെസിപ്പിയിൽ. അപ്പോൾ ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഒരു അരമുറി തേങ്ങയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഈ ഒരു മസാലയുടെ 2 ടീസ്പൂൺ നമ്മൾ മസാല മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു മസാല ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് നമുക്ക് കൈ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് നമുക്ക് ഈ ഒരു ഇതിൽ കുറച്ചും കൂടെ സ്പൈസ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ മുളക് പൊടിയും അതുപോലെ തന്നെ വിനീഗറൊക്കെ ചേർത്തി കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതൊക്കെ നിങ്ങളെ ടേസ്റ്റിനനുസരിച്ചിട്ടിരിക്കും. ഈ ഒരു തേങ്ങയുടെ മിക്സാണ് നമ്മൾ ഈ ഒരു ചിക്കൻ ഫ്രൈയിൽ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കണം. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. അപ്പോൾ നമുക്കിതൊരു ചിക്കൻ ഫ്രൈ ആവുന്ന ആ ഒരു ടൈം വരെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നമുക്കിനി ഫ്രൈ ചെയ്യാൻ തുടങ്ങാം. അതിനായിട്ടൊരു ചട്ടി ചൂടാക്കിയിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു റെസിപ്പിയിൽ കോക്കനട്ട് ഓയിലാണ് നല്ലത് നമുക്ക് യൂസ് ചെയ്യാൻ ഓയിലിനെക്കാട്ടും. അപ്പോൾ കോക്കനട്ട് ഓയിലിൻ്റെ ഫ്ലേവറാണ് കുറച്ചും കൂടെ നന്നായിട്ടിരിക്കുക. അപ്പോൾ നമുക്കിത് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പിലൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ചിക്കൻ്റെ ഓരോ പീസായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ കറിവേപ്പില ഇങ്ങനെ എണ്ണയിൽ തൂമിക്കുമ്പോൾ നമുക്ക് നല്ലൊരു ഫ്ലേവറും ഉണ്ടാകും. അതുപോലെ തന്നെ ഈ ചിക്കൻ്റെ പീസൊക്കെ ഇങ്ങനെ ഒട്ടിപ്പിടിക്കാതെ നമുക്ക് ഈസി ആയിട്ട് മറിച്ചിടാനും പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എല്ലാ പീസും ഇതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഓരോ ഭാഗമായിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ എണ്ണയിൽ ഇട്ട വശം തന്നെ നമ്മളിത് ഇളക്കി കൊടുക്കരുത്. ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു മസാല എണ്ണയിൽ മിക്സായി പോകുള്ളൂ. മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അതുപോലെ തന്നെ ഫ്ലെയിം ഒരേ ലെവലിൽ തന്നെ ഇട്ട് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ എണ്ണ പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരേ ഫ്ലെയിമിലിട്ടിട്ട് ഒരു ഭാഗം ഒന്ന് മുരിപ്പിച്ചെടുക്കാം. ഭാഗം ആയിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റേ ഭാഗം കൂടെ തിരിച്ചിട്ടിട്ട്
ആ സൈഡും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ചിക്കൻ വേവാൻ കുറേ ടൈമൊന്നും വേണ്ട, പെട്ടെന്ന് ആയി കിട്ടും. ഒന്ന് ചൂട് തട്ടുമ്പോഴത്തേക്കിനും ചിക്കൻ വെന്ത് കിട്ടും. അപ്പോൾ ഒരേ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നിങ്ങൾ കുക്ക് ചെയ്യാനായിട്ട്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഒന്ന് വെന്തിട്ടുണ്ടാകുന്നൊന്ന് ചെക്ക് ചെയ്താൽ മതി. കുറേ നേരം നമ്മൾ ഈ എണ്ണയിലിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്യുമ്പോൾ അതിൻ്റെ ആ ഒരു ടെക്സ്ചർ മാറാം, സോഫ്റ്റ് പോയിട്ട് ഭയങ്കര ഹാർഡാവും, ചിക്കൻ്റെ ടേസ്റ്റും പോകും. അപ്പോൾ നിങ്ങൾ കുറേ നേരം ഇട്ടിട്ട് എണ്ണയിലിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുക. അത് നോക്കിയിട്ട് ഒന്ന് മറിച്ചിട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ ചിക്കൻ്റെ 2 ഭാഗം നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്ന് വറുത്ത് മാറ്റാം. ഇതുപോലെ തന്നെ എല്ലാ ചിക്കൻ്റെ പീസും നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഈ ചിക്കൻ്റെ പീസുകൾ. ഇനി നമുക്ക് തേങ്ങ വറുത്തെടുക്കാം. അപ്പോൾ ഒരു ചട്ടി ചൂടാക്കിയതിന് ശേഷം തേങ്ങ വറുക്കാൻ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ചിക്കൻ ഫ്രൈ ചെയ്ത വെളിച്ചെണ്ണ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ബാലൻസ് ഇല്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫ്രഷ് തന്നെ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതൊന്ന് ചൂടായി വരുമ്പോൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ച് പച്ചമുളക് ഇതുപോലെ നടുകീറിയിട്ട് അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു 4-5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അധികം എരിവില്ലാത്ത മുളകാണ്, അപ്പോൾ നിങ്ങൾ എരിവിനനുസരിച്ചിട്ട് മുളകിൻ്റെ എണ്ണം കൂട്ടി കൊടുത്താൽ മതി. നമുക്കിത് എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ നമുക്കിതിൽ നിന്ന് എടുത്ത് മാറ്റാം. മുളക് ഫ്രൈ ചെയ്യുമ്പോൾ അതിൻ്റെ കുരു പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട്, അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് ഈ ഓയിലിലേക്ക് തന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ തേങ്ങയുടെ മിക്സ് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ഫ്രൈ ചെയ്യാനായിട്ട്. ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കരുത്. ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ അത് കളർ മാത്രമേ ചേഞ്ച് ആവുള്ളൂ, കറക്റ്റായിട്ട് ടേസ്റ്റായിട്ട് വരില്ല. അപ്പോൾ തേങ്ങയൊക്കെ നന്നായി മൂത്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട്, നല്ലൊരു മണം വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം, ഇളക്കി കൊടുക്കാതിരിക്കരുത്. അതുപോലെ തന്നെ ഫ്ലെയിം കൂട്ടി കൊടുക്കുകയും ചെയ്യരുത്. ഇപ്പോൾ നമ്മൾ തേങ്ങ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നല്ല കൂടുതലായിട്ട് ബ്ലാക്ക് കളർ ആക്കരുത്. ഈ ഒരു ഗോൾഡൻ ബ്രൗൺ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇത് സ്റ്റോപ്പ് ചെയ്യാം. ഇപ്പോൾ നല്ല ക്രിസ്പി ആയി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ്റെ പീസ് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കറിവേപ്പില അതുപോലെ തന്നെ മുളകും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ തേങ്ങയിൽ ഈ ചെറിയൊരു ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു ചൂടോട് കൂടി തന്നെ മിക്സ് ചെയ്തെടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ആ ചിക്കന്മേ അത് കോട്ടാവില്ല. അപ്പോൾ ഈ ഒരു ചൂട് കൊടുക്കണ കൂടിയിട്ട് തന്നെ ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ചിക്കന്മേ ഈ തേങ്ങയുടെ മിക്സൊക്കെ നന്നായിട്ട് കോട്ടായിട്ട് കിട്ടും. നല്ലൊരു ടേസ്റ്റാണ് ഈ ഒരു ഇത് കഴിക്കാനായിട്ട്, ചിക്കൻ ഫ്രൈ കഴിക്കാനായിട്ട്. നമുക്ക് ഇതൊരു ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കറിയൊന്നും ആവശ്യമില്ല, നമുക്ക് ഈ റൈസൊക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അത് നമ്മൾ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ചിക്കൻ ഫ്രൈയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൽ ചേർത്തിട്ടുള്ള തേങ്ങയുടെ മിക്സാണ്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. നമുക്ക് ഗീ റൈസിൻ്റെ കൂടെ അതുപോലെ തന്നെ ബിരിയാണിയുടെ കൂടെ പൊറോട്ട, ചപ്പാത്തി, പത്തിരി ഇതിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ ഫീഡ്ബാക്കൊക്കെ കമൻസിലൂടെ അറിയിക്കുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. താങ്ക്